ഇഷ്ടമായിന്ന് പറഞ്ഞിട്ട് രണ്ടാമത് കൊടുത്താൽ പറയും. നമ്മുടെ കൺമണി കുട്ടിയുടെ കണ്ടിട്ട് കുറെ നാളെയല്ലേ പറമ്പിലേക്ക്, അതായത് പുതിയ പറമ്പിലേക്ക് പോയി അവിടെ നിന്ന് കുറച്ച് അത്യാവശ്യം പച്ചക്കറി. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാനൊരു കാര്യം കൂടിയും പറയാട്ടാ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആയോട്ടാ, ഇന്ന് നമുക്കിടല്ലോ കുറച്ച് കൂടുതൽ തന്നെ പച്ചക്കറികളൊക്കെ പൊട്ടിച്ചെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് നമുക്കിതാ പരിപ്പ് ചീരയും കൂടിയിട്ട് ഒരു കറി വെക്കണം. അപ്പോൾ അതിലേക്കുള്ള കുറച്ച് ചീര അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, നമ്മുടെ പറമ്പിൽ തന്നെ മുളയ്ക്കുന്ന ചീരക്കടകൾ നല്ല കരുത്തോട് കൂടിയിട്ടാണ് വളരാന്ന്. അപ്പോൾ അതേപോലെ തന്നെ മുളച്ച് വന്നിട്ടുള്ളൊരു ചീര കൈ ആട്ടോ ഇത്. ഉണ്ടോ? അപ്പോൾ ഒരു ചീരയിൽ നിന്നാണ് നമുക്ക് ഇത്രയും കിട്ടി വെക്കണേ. അപ്പോൾ ഇത് മതിയെന്ന് പരിപ്പും ചീരയിലേക്ക്. അപ്പോൾ നമ്മൾ ചീരയ്ക്ക് അരിയണേക്കാളും മുന്നേ നേരത്തെ തന്നെ ഞാൻ കുറച്ച് പരിപ്പ് അടപ്പത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പരിപ്പൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. അരിഞ്ഞ ചീര നമ്മൾ നേരെ പരിപ്പിലേക്ക് ഇട്ടിട്ടാട്ടോ ഞാൻ വേവിക്കുന്നത്. പിന്നെ നമ്മൾ ഉള്ളി, അതുപോലെ വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പിലേക്ക് ഒരുമിച്ച് തന്നെ മൂപ്പിച്ചെടുത്തിട്ട് കുറച്ച് ചീരയിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ കൊള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ എളുപ്പത്തിലുള്ള പെട്ടെന്നുള്ളൊരു പണിയായിട്ട് ഞാൻ ഈ വട്ടം ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിതാ കുറച്ച് ഉണക്കച്ചെമ്മ വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നോക്കിയാൽ ഒരു ഉള്ളി, അതുപോലെ എരിവിനനുസരിച്ച് കുറച്ച് പച്ചമുളക്, പിന്നെ ഒരു തുണ്ട് പുളി, പിന്നെ ഇതാ ഇത്തിരിയോളം ഉപ്പും നന്നായിട്ട് ചതച്ചെടുക്കാം. ഒരു ചമ്മന്തിയും കൂടി അരയ്ക്കാൻ വെച്ചു. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ അടുക്കളയിലത്തെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ പാല് കാച്ചടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാല് ഇതാ തിളച്ച് പൊന്തുന്നുണ്ട്. അപ്പോൾ ഇതാ പാല് തിളച്ച് പൊന്തി. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് വെച്ചിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ കൊള്ളിപ്പേരി, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പരിപ്പും ചീരയും കറിയായി, പിന്നെ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി, പിന്നെ നമ്മുടെ ബീഫും എന്താ പറയുക കൊള്ളി ഇന്നലത്തെ ചൂടാക്കിയത്. പിന്നെ അതൊക്കെയാണെന്ന് ഉച്ചയിലേക്കുള്ളത് വെച്ചിട്ടുള്ളത്. രാവിലേക്ക് നമുക്കിതാ ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചട്നി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഒരു ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ച് അപ്പം തന്നെ നമ്മളിതാ പറമ്പിലേക്ക് ഇറങ്ങൂട്ടാ. നല്ല കാറ്റാണേ. അപ്പോൾ ഒരു കാറ്റില്ലാത്തൊരു സമയം നോക്കിയിട്ട് കുറച്ച് ചവറൊക്കെ അടിച്ച് വാരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരെ നമ്മുടെ പച്ചമുളകിൻ്റെ കടക്കിൽ കൊണ്ടിടാം. എന്തൊരു കാറ്റ ശരിക്കും അറിയോ. രാവിലെ പുലർച്ചയ്ക്ക് എണീക്കുമ്പോഴേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത പോലെ കാറ്റ്. ഇന്ന് നമുക്കേ എന്താ പറയുക, പച്ചമുളക് ഞാൻ പൊട്ടിക്കാൻ പോണേക്കാൾ മുന്നായിട്ട് നമ്മുടെ വീട്ടിലത്തെ പുതിയൊരു മോഡൽ പപ്പ ഞാൻ മുന്നേ കാട്ടി തന്നിട്ടുണ്ട്. ഇപ്പം അതുപോലത്തെ കായ കുറച്ചും കൂടിയൊക്കെ വലുതായിട്ടുണ്ട്. അപ്പോൾ അത് കാട്ടി തരാം കേട്ടോ. അതിന് ശേഷം നമുക്ക് അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ പൊട്ടിക്കാണ്ട് കണ്ട നമുക്ക് വഴുതനങ്ങയൊക്കെ ഒന്ന് പൊട്ടിക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ ചീരയും ഉണ്ടെന്ന് കൂടുതൽ അരിയാനായിട്ട്. ഈ ഒരു പപ്പാട്ടാ, ഈ പപ്പക്കായേ അതായത് പച്ച കളറിൽ ഇരിക്കുമ്പോൾ തന്നെ മഞ്ഞ കളറായിരിക്കുന്നു. സാധാരണ പപ്പായ പച്ച കളറിലല്ല ഇരിക്കുക, പക്ഷെ ഇത് മഞ്ഞ കളറായിരിക്കാം കേട്ടോ. അപ്പം നമുക്കങ്ങനെ പുതിയ മോഡൽ പപ്പയാണ് കൊണ്ടുപോയി വെച്ച് നോക്കുന്നത് പറഞ്ഞിട്ട് നമുക്ക് തന്നതാണ് നമ്മൾ നഴ്സറിയിൽ പോയപ്പോൾ. അപ്പോൾ ഇതാ കായ പിടിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ എന്തോരം വലുതാവും ഓരോ ഇത് ഞാൻ കാട്ടിയതാട്ടോ വളർച്ച പപ്പാക്കായുടെ. അപ്പം ഇനി നമുക്ക് നമ്മുടെ മുളക് പൊട്ടിക്കാം. മുളക് പൊട്ടിക്കാനല്ല കൂടുതൽ സമയം എടുക്കുക. അപ്പോൾ ആദ്യം മുളക് പൊട്ടിക്കാന്ന് വെച്ചു, അതിന് ശേഷം ആവാന്ന് വെച്ച് പച്ചക്കറികളൊക്കെ പൊട്ടിക്കില്ലേ.
അപ്പോൾ നോക്കിയേ എത്രയും മുളക് നമ്മൾ പൊട്ടിച്ചെടുത്തുട്ടാ. ഇനിയിപ്പോൾ 2 ദിവസം വീണ്ടും പൊട്ടിക്കാറാവും. അപ്പം നമ്മുടെ വഴുതിനങ്ങ പൊട്ടിക്കട്ടെ. വഴുതിനങ്ങ ഹൈറ്റ് പോണതിനനുസരിച്ച് ഗുണമുണ്ട് കേട്ടാ. അതനുസരിച്ച് വഴുതിനങ്ങ ഉണ്ടാവണമുണ്ട്. ശരിക്കും ഇത് 2-3 കട വഴുതിനങ്ങയുള്ളൂ. പക്ഷെ ഇത് മുന്ന് പൊട്ടിച്ചേന് കണക്കില്ല നമ്മൾ. അത് മാത്രമല്ല ഇത് ഈ വർഷത്തെ അല്ല കേട്ടാ, കഴിഞ്ഞ വർഷത്തെ വഴുതിനങ്ങയാണ്. ഇപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എൻ്റെക്കാളൊക്കെ നല്ല ഹൈറ്റ് പോയി വഴുതിനങ്ങ. ഇത് പ്രത്യേക ഭംഗിയാട്ടാ കണ്ടോ. അപ്പൊ നോക്കി നമ്മള് എത്രയോ വഴുതിനങ്ങ പൊട്ടിച്ചെടുത്തേ. ഇനി നമ്മുടെ അമരക്കായ കേട്ടാ. പിന്നെ നോക്കി നമ്മുടെ പാൽച്ചീര നമുക്ക് ഈ പ്രാവശ്യം എവിടുന്ന് മേടിക്കാനൊന്നും കിട്ടിയില്ല. നമ്മുടെ വീട്ടിൽ തൈ മുളച്ചത് നമ്മൾ നട്ടു കൊടുത്താപ്പളേ ഈ വട്ടം എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വിത്തായോട്ട് വെച്ചിട്ട് നിർത്തി. വേഗം എന്താ പറയുക കതിരും വന്നു വിട്ടാ. അപ്പോൾ ഇതാ അമരക്കായ ഉണ്ട് കുറച്ച് കൂടുതൽ പൊട്ടിക്കാൻ. അമരക്കായ അടിയിലേക്കല്ലേ, മുകളിലേക്ക് നോക്കുമ്പോൾ ഒന്നും പൊട്ടിക്കല്ലേ, നോക്കി താഴെയാണ് എടുക്കണേ. ഇത് കണ്ടോ. അമരക്കായ, നിത്യവഴുതിനങ്ങ, നമ്മുടെ ചതുരപ്പയർ, ഇതൊക്കെ അതുപോലെ വെണ്ട, ഇതൊന്നും കൃത്യസമയത്ത് പൊട്ടിച്ചില്ലേ ഒന്നിനും കൊള്ളില്ലേ. ഇപ്പം നല്ല പാക. ഇന്ന് നമ്മുടെ പുതിയ പറമ്പിലത്തെ എന്തൊക്കെ കൃഷിയാണ് നമ്മൾ വെച്ചോണ്ടെന്നുള്ളത് കാട്ടിത്തരാട്ടാ. ഇത് നമ്മുടെ വീട്ടിലത്തെ പറമ്പിലത്തെയാണ് നമ്മൾ ഇന്നിപ്പോൾ അരിയണം നോക്കിയിട്ടാ. അപ്പോൾ നോക്കിയേ ഇത്രയും അമരക്കായ നമ്മൾ പൊട്ടിച്ചെടുത്തുട്ടാ. ഇനി നമുക്ക് ചീര അരിക്കണം. അപ്പോൾ ഇത് ഞാനവിടെ കൊണ്ടുപോയിക്കട്ടെ. ഇന്ന് നമ്മൾ 3 തരം ചീരയായിട്ട് അരിയണേ. ചുവപ്പ് ചീരയും സുന്ദരി ചീരയും അതേപോലെ തന്നെ പച്ചച്ചീരയായിട്ട് നമ്മൾ ഇന്ന് അരിഞ്ഞെടുക്കണത്. ചുവപ്പ് ചീരയ്ക്ക് ഞാൻ എന്നൊന്ന് പറയണ പോലെ എനിക്ക് ഷായിട്ടിനല്ല വേണ്ടോ, ഞങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ കറി വയ്ക്കും. പിന്നെ പണിസ്ഥലത്തേക്ക് അതിൽ നമ്മൾ കൊടുക്കും. ഇന്നിപ്പോൾ നമ്മൾ അരിഞ്ഞാൽ അങ്ങനെ തന്നെയാട്ടോ, പണിസ്ഥലത്തേക്ക് കൊടുക്കണം. പിന്നെ ഞാൻ പറയാറുണ്ട് ഇത് മുഴുവൻ നമുക്ക് കഴിക്കാനും പറ്റില്ല. അപ്പോൾ സ്ഥിരം നമ്മുടെ പണിക്കുട്ടികൾ അവിടെ വരുന്നവരെ അവർക്ക് കൊടുത്തു വിടും. കാരണം അവരോട് പറയാം ചേച്ചി എന്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് തന്നോളോട്ടാന്നുള്ളത്. അപ്പം ഞാൻ അവിടെ പിന്നെ നമ്മുടെ കണ്ണൻകുട്ടിക്ക് ചുവപ്പ് ചീര ഭയങ്കര ഇഷ്ടമാണ്. കണ്ണൻകുട്ടിക്ക് ചുവപ്പ് ചീര അത് മാത്രമല്ല കേട്ടാ, അമ്മാരെ വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടെന്നാലും അവൻ വളരെ ഹാപ്പിയാണ്. ഇത് ഞാൻ കാലത്ത് നമ്മളിപ്പോൾ അരിഞ്ഞെടുത്തില്ലേ അതിലത്തെ. അപ്പോൾ ചുവപ്പ് ചീര ഇത്ര ഉള്ളൂ അരിയാനായിട്ട്. ഇനി നമുക്ക് പച്ചച്ചീര അരിയാം. അതേപോലെ നമ്മുടെ എന്താ പറയുക സുന്ദരി ചീര, നമ്മുടെ ക്യാരറ്റാട്ടാ. നമ്മളെ അരിഞ്ഞെവിടെയാ കൊണ്ടുവയ്ക്കണേ. നമ്മുടെ സുന്ദരി ചീര കേട്ടോ. സുന്ദരി ചീര ഇനി അരിഞ്ഞൊരു വിധം ഇതൊക്കെ കതിരായി. ഇതൊക്കെ കൂടുതൽ നമ്മൾ കുറേ ദിവസം അരിഞ്ഞു തുടങ്ങിയിട്ട്. പക്ഷെ ഇത് നന്നായിട്ട് അലിയുണ്ടേ. ഈ കതിര് വന്നിട്ടുണ്ടെങ്കിലും ആ തണ്ടിന് മൂപ്പ് അങ്ങനെ ഒന്നുമില്ല കേട്ടാ. ഇനി നമുക്ക് അവിടെയാണ് സുന്ദരി ചീര അരിയാനുള്ളത്. ഇവിടെ സുന്ദരി ചീരയ്ക്ക് കതിരൊന്നും വന്നിട്ടില്ല, പുതിയ തൈകളാണ്. ഇന്നിപ്പം നമ്മളിവിടെ അരിഞ്ഞ എല്ലാ ചീരകളും
നമ്മുടെ വീട്ടിൽ തന്നെ വിത്ത് വീണ് മുളച്ചിട്ടുള്ള ചീരകളാട്ടാ. അപ്പം നമ്മളിതാ ഇത്രയും സുന്ദരിചിരിയായിട്ട് അരിഞ്ഞത്. സുന്ദരിചിരിയുടെ തണ്ടിൻ്റെ കളറിനാണ് പ്രത്യേകത. നല്ല ഭംഗിയല്ലേ, നോക്കിയേ, കണ്ടോ, ഭയങ്കര ഭംഗിയാ. ഇനി ഇത് കൊണ്ടുവച്ചിട്ട് നമുക്ക് പച്ചച്ചീരി കൂടി അരിയാം. നമ്മുടെ ഈ പച്ചച്ചീര ആയാലും, പച്ചച്ചീര നമ്മൾ ഈ പറമ്പിൽ പറിച്ചിനെ നട്ടിട്ടില്ല കേട്ടാ. തന്നെ മുളച്ചിട്ടുള്ള കുറേ ചീരകൾ അവിടെ ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഫുള്ളായിട്ട് അരിഞ്ഞെടുക്കുന്നത്. നമ്മുടെ ക്യാബേജ് ഇട്ട് അതേ ഇവിടേക്ക് ക്യാബേജ് ഇതാ അത്യാവശ്യം വലുപ്പമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും പച്ചച്ചീരയായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തോണേ. ഇനി നമുക്ക് അവിടുത്തെ പറമ്പിലേക്ക് നമ്മുടെ പുതിയ പറമ്പിലത്തെ കൃഷികൾ കാട്ടിയിടാന്ന് പറഞ്ഞല്ലേ, അങ്ങോട്ട് പോവാട്ടാ. അപ്പം നമ്മുടെ ചീരയുടെ വ്യത്യാസം അറിയണമെങ്കിൽ നമ്മുടെ എന്താ പറയുക, സുന്ദരി ചീരയുടെ തണ്ട്, ചുവപ്പ് ചീര, പച്ചച്ചീര, നമ്മുടെ മുളക്. ഇനി നമുക്ക് നമ്മുടെ അവിടുത്തെ പറമ്പിലേക്ക്, അതായത് പുതിയ പറമ്പിലേക്ക് പോയി അവിടെ നിന്നും കുറച്ച് അത്യാവശ്യം പച്ചക്കറികളൊക്കെ പൊട്ടിക്കാനുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ പിടിച്ച പൊടീനെ ഉണ്ണിവാവാക്കാന്ന് വിചാരിച്ചു. അപ്പൊ പതിപ്പൊക്കെ പൊടി ഇങ്ങനെ ആ താരാട്ട് പാടിയപ്പോ ശരിക്കും ഇറങ്ങി. നമ്മുടെ കൺമണിക്കുട്ടീനെ എനിക്ക് കുറേ നാളുകളായിട്ട് ഇങ്ങനെ തന്നിക്ക് അങ്ങോട്ട് കിട്ടാറില്ല കേട്ടാ. ഇന്നിപ്പോൾ കൺമണിക്കുട്ടിക്ക് സ്കൂളില്ല, അതൊരു 2 ദിവസമാണ് സ്കൂളില്ലാത്തത്. അവിടെ എന്താ പൊന്നത് സ്കൂളില്ലാത്തത്? ടീച്ചേഴ്സ്മാര് മീറ്റിംഗ്. അവർ പുറത്തേക്ക് പോയി ടീച്ചർമാർ മീറ്റിങ്ങിൻ്റെതായിട്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് സ്കൂളില്ലാത്ത കാരണം എനിക്കിന്ന് കൺമണിക്കുട്ടീനെ കുറേ നേരം അടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടുത്തെ നമ്മുടെ പുല്ലൊക്കെ എത്തി വരുമ്പോൾ എനിക്ക് തന്നെ നമ്മുടെ കൺമണിക്കുട്ടീനും കൂടി ഇങ്ങോട്ട് കൂട്ടി. അവിടെ എത്തിയപ്പോഴേ നമ്മുടെ ഈ പുതിയ പറമ്പിലത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മളിവിടേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തിരി വെയിലേ, അപ്പം ഞങ്ങളിവിടെ ഇരുന്നു. ഇവിടെ നല്ല സുഖമാണ് ഇരിക്കാനായിട്ട്, ഇല്ലേ കൺമണിയെ? വെയിലിൻ്റെ ഒരു ചൂടുമില്ല, ഭയങ്കര സുഖം. പേളിക്കുട്ടി വന്ന് ഇവിടെ കിടന്നു. ഇപ്പോൾ വീഡിയോ പിടിക്കണ്ടായപ്പോഴാണ് പേളിക്കുട്ടി തലപ്പൊക്കി നോക്കണത്. എന്താണെന്ന് വെച്ചിട്ട് കിടന്നു. പേളിക്കുട്ടിയെ കിടന്നോട്ടാ, ഇറങ്ങി വെക്കോ. ഓക്കെ ഇറങ്ങി വെക്കോ, ഇറങ്ങി വെക്കോ. ഓ, അപ്പം നമ്മുടെ കൺമണിക്കുട്ടിനെ കണ്ടിട്ട് കുറേ നാളായില്ലേ? കൺമണിക്കുട്ടി ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പം നമ്മുടെ ഈ പുതിയ പറമ്പിലത്തെ കൃഷി കാട്ടിയിട്ടാ. നമ്മുടെ ഈ പുതിയ പറമ്പിലത്തെ കൃഷി നമ്മൾ ചെയ്യണ സമയത്ത് നമ്മൾ എപ്പോഴും വിചാരിച്ചിട്ടില്ല എന്നിട്ടാണെങ്കിൽ മഴക്കാലം വരുമ്പോൾ മാത്രം ചെയ്യുള്ളൂ. കാരണം മഴക്കാലത്ത് നമ്മുടെ വീട്ടിലത്തെ പറമ്പിൽ വെള്ളം നിൽക്കുമല്ലോ. പക്ഷേ പിന്നെ ചെയ്തു തുടങ്ങിയപ്പോൾ മഴക്കാലമൊന്നുമില്ല, ആ പറമ്പിൽ ഈ പറമ്പിൽ ഓരോപ്പോലെ തന്നെ ചെയ്തു തുടങ്ങി. അപ്പോൾ ഇവിടെയുള്ള ഇപ്പോൾ നട്ടിട്ടുള്ള പച്ചക്കറികൾ കാട്ടിത്തരാം എന്തൊക്കെയല്ലേന്ന്. ശരിക്കും ഈ ഒരു കൂട്ടം വാഴ കണ്ട, ഈ വാഴ എന്ന് പറഞ്ഞാലേ നമുക്ക് പണിയെടുക്കാതെ കിട്ടുന്നതാണ് ഇതല്ല, ഈ വാഴ ഫുള്ള്. കാരണം ഇതിൽ പൂവനുണ്ട്, ഞാലിപ്പൂവനുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒരു 10-15 കുളയിൽ അവിടേക്ക് ഉണ്ട്. ഇങ്ങനെ ഒരു കൂട്ടം ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ പൂവനൊക്കെ എനിക്ക് തോന്നുന്നത് വലിയ പഴുത്തിട്ടുള്ള വലിയ പഴല്ലേ, അതിനേക്കാളൊക്കെ നല്ലത് ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കൊലകളാണ്. കഴിക്കാനൊക്കെ ടേസ്റ്റാണ്. വീട്ടാവശ്യത്തിന് കഴിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിങ്ങനെ പറിച്ച് വയ്ക്കും, ഒന്നും ചെയ്യില്ല. ഇതിൻ്റെ കന്ന് വരും, അതുമൊന്ന് കായ ഉണ്ടാവും. അങ്ങനെ എപ്പോഴും നമുക്ക് വാഴ കുലകൾ കിട്ടും ഇങ്ങനെ. പിന്നെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് പിന്നെ ഉണ്ടായി തുടങ്ങിയിട്ടില്ല കേട്ടാ, സമയം ആവണമല്ലോ. അപ്പോൾ ഇതാ ഒരു ഇതൊക്കെ ഇങ്ങനെ പടർന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇത് നിത്യവൈതനിങ്ങ കണ്ടോ, നല്ല ഭംഗി നിത്യവൈതനിങ്ങ. അത് മാത്രമല്ല എന്ന് നമുക്ക്
കറിക്കൊരു ക്ഷാമം ഉണ്ടാവില്ല വീട്ടിൽ നിത്യവഴുതനങ്ങയൊക്കെ ഉണ്ടെങ്കിൽ. കൺമണിക്കുട്ടിക്ക് ഒരു വിധമൊക്കെ ഞാൻ എല്ലാ വട്ടം ഇതേപോലെ പച്ചക്കറി ആകുമ്പോൾ കൺമണിക്കുട്ടീനെ ഇതേപോലെ കൈ പിടിച്ച് എല്ലാം കാണിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കൺമണിക്കുട്ടിക്ക് കുറേ കാര്യങ്ങൾ അറിയാട്ടാ. പിന്നെ നമ്മുടെ പടവലം, പുതിയ തൈ പടവലം, പടവലൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ, ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, അധികം നീളില്ലാത്ത പടവലങ്ങ കേട്ടാ. അപ്പോൾ ഇത് നമ്മുടെ വഴുതനങ്ങയുടെ പന്തലിൻ്റെ തൊട്ടായിട്ട് തന്നെയാണ് നമ്മുടെ ഈ പടവലത്തിൻ്റെ പന്തലിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ക്യാരറ്റ്, എന്താ ക്യാരറ്റ്. പിന്നെ നമുക്ക് പച്ചച്ചീര നമ്മളെ എന്താ പറയുക, കുറേ നമ്മൾ വളപ്പിൽ തന്നെ വിത്ത് വീണിട്ട് തന്നെ മുളച്ചുണ്ടാവണതല്ല പച്ചച്ചീര. അപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാവണ പച്ചച്ചീര പറിച്ച് നട്ടില്ലെങ്കിൽ ഇതേപോലെ നല്ല തഴച്ച് വളരും അവർ. കണ്ടോ, ആ പച്ചച്ചീരയുടെ തണ്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, നല്ല സ്ട്രോങ് തണ്ടുകളായിരിക്കും. പിന്നെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്നതാണ് നമ്മുടെ ബീട്രൂട്ട്. നമ്മൾ മുന്നേ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിലേക്ക് നമ്മൾ ബീട്രൂട്ട് പറിക്കണതും ഒക്കെയും കാണിച്ചിട്ടുണ്ട് കേട്ടാ. അതേപോലെ ബീട്രൂട്ടിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് നമ്മുടെ ഉള്ളി. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഉള്ളി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കാറായിട്ടാ പതിവ്. മേടിക്കൽ നമുക്ക് കുറവാണ്, അപൂർവമാണ് നമുക്ക് മേടിക്കേണ്ടി വരാറുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കിട്ടാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കൊള്ളി കണ്ടോ. ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മാസം കൊള്ളിയാണ് നമ്മൾ നടുന്നത്. നട്ട് 6 മാസം കഴിഞ്ഞ് കൊള്ളി പറിച്ചു തുടങ്ങാം. പക്ഷെ അത് വെച്ചിട്ട് 6 മാസം കഴിഞ്ഞിട്ടും കൊള്ളി എന്താ പറയുക, പറിക്കാതിരുന്നാലും കൊള്ളിക്ക് ഒരു കംപ്ലൈൻറ്റുകളും ഒന്നും വരുന്നില്ല എന്നുള്ളതിന് തെളിവാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും ഇന്നിപ്പോൾ നമ്മൾ കറിക്കായിട്ട് ഉപയോഗിച്ചതൊക്കെ ഈ 6 മാസം കഴിഞ്ഞിപ്പോൾ 8-9 മാസമായിട്ടും നമ്മുടെ ആവശ്യത്തിന് പറിക്കാൻ ഇപ്പോഴും നമ്മുടെ പറമ്പിൽ ഈ 6 മാസം കൊള്ളി നിൽക്കുകയാണ്. ഒരു കുഴപ്പമില്ല, മരാവേ അല്ലെങ്കിൽ വേവാതിരിക്കുക അങ്ങനെ ഒന്നുമില്ല കേട്ടാ. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ സബോള. ഇപ്പോഴേ നല്ല കാറ്റാണ്, ആ കാറ്റാണ് ഇപ്പം നമുക്ക് സബോള ആയാലും ഉള്ളി ആയാലും ഇങ്ങനെ വിടാനുള്ള കാരണം. പകലത്തെ പോലെ രാത്രി ഭയങ്കര കാറ്റാണ്. പിന്നെ ഈ നിൽക്കുന്നതാണ് നമ്മുടെ എന്താ പറയുക, കപ്പലണ്ടി നമ്മുടെ മണ്ണിൽ നന്നായിട്ട് ഉണ്ടായി കിട്ടും കേട്ടാ. എല്ലാതും ഞാൻ ഉണ്ടായി കിട്ടും എന്ന് പറയണതിൻ്റെ ഇതെന്താണെങ്കിൽ നമ്മുടെ എല്ലാ വർഷവും കപ്പലണ്ടിയും ചോളം ഉള്ളി എല്ലാം അത് നമ്മൾ വിളവെടുക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ അവിടെ എന്തെങ്കിലും ഉണ്ടായി കിട്ടും എന്ന് പറയണേ. നമ്മുടെ ക്യാബേജ്, ഇവിടുത്തെ ക്യാബേജുമ ചെറുതായിട്ട് ആയി തുടങ്ങിയിട്ടുള്ളൂ, പക്ഷേ വീട്ടിലത്തെ ക്യാബേജുമ വലുതായി തുടങ്ങിയിട്ടുണ്ട്. അത് വേറൊരു ദിവസം വീട്ടിലത്തെ കൃഷികളെന്ന് പറഞ്ഞിട്ട് അതിന് കാട്ടി തരുന്നുണ്ട്. നമുക്ക് കണ്ടോ, ഇത് ക്യാബേജ്. പിന്നെ ക്യാബേജിൻ്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്നതാണ് കോളിഫ്ലവറിൻ്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന 2 തടം വീണ്ടും നമ്മൾ ഉള്ളി തന്നെയാണ് വെച്ച് കൊടുത്തോണേ. ഞാൻ പറഞ്ഞല്ലോ, ഉള്ളി നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഉള്ളി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് പതിവ്. അപ്പം അതുകൊണ്ട് തന്നെ വീണ്ടും 2 തടം കൂടി ഉള്ളി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വരികയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ പച്ച കുറ്റിപ്പയർ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇതേ ആയി തുടങ്ങിയിട്ടുള്ളൂ കേട്ടാ. കണ്ടോ, ഇതേപോലത്തെ പച്ച കുറ്റിപ്പയറാണ് നമ്മൾ നട്ടിട്ടുള്ളത്. പിന്നെ ചീരയൊക്കെ നമ്മുടെ പയറിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നുണ്ടാവും, നല്ല പച്ചച്ചീരകളൊക്കെയും. പിന്നുള്ളതാണ് ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ചോളം. പിന്നെ അങ്ങോട്ട് നടക്കാം, നമുക്ക് ചോളം കാട്ടി കൊടുക്കാം. കണ്ടോ, ചോളം ഇങ്ങനെ അറ്റം വരെ നന്നായി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചോളം. നമ്മുടെ പൊന്നാങ്കിണി ചീര, ഇത് നമ്മുടെ പൊന്നാങ്കിണി ചീര കണ്ട, നല്ല വിറ്റാമിൻ ഉള്ളതാണ് ഈ പൊന്നാങ്കിണി ചീര. പിന്നെ ഇത് ചുണ്ടങ്ങ, വലിയൊരു മരമാണ്, നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട് ചുണ്ടങ്ങ. ശരിക്കും ചുണ്ടങ്ങ കൊണ്ടാട്ടാക്കാനാണ് ഏറ്റവും നല്ലത്. ഇനി അതേപോലെ തന്നെ നമ്മുടെ 2 ഉള്ളി തടത്തിട്ട് അപ്പുറത്തായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ കപ്പലണ്ടി. നമ്മളിവിടെ ഒരു കപ്പലണ്ടി തടം കാണിച്ചു, അതേപോലെ തന്നെ അപ്പുറത്തും കപ്പലണ്ടി നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട്. ആ ഉള്ളി തടത്തിൻ്റെ അപ്പുറത്തായിട്ടാണ് കേട്ടോ. എൻ്റെ പൊന്നു ഇപ്പുറത്ത് കയ്പക്കായുണ്ട് പൊന്നു, ഇങ്ങനെ നീക്കി പൊന്നു. പിന്നെ അതേപോലെ തന്നെ ഈ 2 തടം നമ്മൾ നട്ടിട്ടുള്ളത് പയറാണ് കേട്ടോ.
അധികം പടരില്ല, കുറ്റുപയറുടെ ഗണത്തിൽ പെട്ടിട്ടുള്ള പോലെ തന്നെ ഓവറായിട്ട് കുറേ പടരുന്നതല്ല. പിന്നെ നമ്മൾ ഇവിടെ നട്ടു കൊടുത്തിട്ടുള്ള കയ്പത്തൈ. നമ്മുടെ വീട്ടിൽ കയ്പ പൊട്ടിക്കാൻ പാകമുള്ള കയ്പയുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്തതുണ്ടാക്കും. അങ്ങനെയാണ് നമ്മുടെ കൃഷി. അതായത് ഒരു സംഭവം നട്ട് അത് ഉണ്ടായി കഴിയാറാകുമ്പോഴേക്ക് അടുത്തത് നമ്മൾ നട്ടു കൊടുക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിന് എപ്പോഴും കയ്പക്കായ ആയാലും ബാക്കിയുള്ള എന്ത് സാധനങ്ങളായാലും നമുക്ക് പൊട്ടിക്കാൻ കിട്ടും. പിന്നെ നമ്മുടെ കേട്ടോ കൊള്ളി ഇവിടെ നട്ട് നോക്കണത്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞില്ലേ, നമ്മൾ ഓരോ സ്റ്റെപ്പ് രീതിയിലാണ് കൊള്ളി നടാന്ന്. ഇതാ ഈ കൊള്ളി മുന്നൊക്കെ കാട്ടി തന്നത് ഇതിന് നേർ പകുതിയായിട്ടുള്ള കൊള്ളിത്തറി വലുതായിട്ട് ഇതൊക്കെ ഇതാ കുറച്ചും കൂടി കഴിഞ്ഞ് ഇതൊക്കെ നമുക്ക് പറിച്ച് തുടങ്ങാറാവും. പിന്നെ നമുക്ക് എപ്പോഴും പറിക്കാൻ കിട്ടും. ഇതാ ഇപ്പോഴും നമുക്കിവിടെ പറിക്കാൻ കൊള്ളിയുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് ആവശ്യമില്ല കൊള്ളി പറിക്കാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ പറിച്ച് കാട്ടി തന്നേനെ. പക്ഷെ നമ്മൾ കഴിഞ്ഞ വീഡിയോ വരെ നോക്കി കഴിഞ്ഞാൽ അറിയാം നമ്മൾ കൊള്ളി പറിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇതൊക്കെ പറിക്കാറായിട്ടുള്ള തൊട്ടാവാടി കുഞ്ഞത് ഇതൊക്കെ പറിക്കാറായ കൊള്ളികളാണ് ഈ വരിക്കുന്ന ഫുള്ള് നിൽക്കണത് കേട്ടാ. തൊട്ടാവാടിയുമ്പോൾ നമ്മൾ തൊട്ട് കഴിഞ്ഞ് നോക്കിയേ, തൊട്ടാവാടി ചെറുപ്പത്തിലേക്ക് നമ്മൾ എത്രയോ കണ്ട തൊട്ട് ഇലവാടി ഈ ഇലമ തൊട്ട് കഴിഞ്ഞ് കൺമണി കുട്ടി അച്ചടാ. പുത്തൂര് തൈത്തുള്ള പറമ്പില്ലേ, മറ്റേ ബ്ലൂ ഗേറ്റ് തൈത്ത് അവിടെ ഉണ്ടല്ലേ, കൊറേ ഉണ്ട്. നമ്മുടെ നോക്കിയേ ഇത് മോട്ടിട്ടപ്പോൾ കണ്ടോ ചീരക്കട ഇതേപോലെയാണ്. ഇതൊന്നല്ലാട്ടെ, ഇതിന് വലിയ ചീരക്കട ഞാൻ കാട്ടിത്തരാം. ഇങ്ങനെ അങ്ങോട്ട് തഴച്ച് വളരും. ഇവരുടെ വിത്തുകൾ വീണിട്ടാണ് നമുക്കിവിടെ തന്നെ ചീരത്തൈകൾ മുളയ്ക്കണതും നമ്മൾ നടണതും. ഇതിപ്പോൾ മോട്ടർ വലിച്ചപ്ലേ കൊണ്ടുപോക്കുക അതാണ്. പിന്നെ ഇപ്പം നോക്കിയേ നമ്മുടെ മാവുമ്പ നിറച്ച് മാങ്ങയായി തുടങ്ങി. അതുകൊണ്ട് തന്നെ അതേ മാങ്ങ വീണ് തുടങ്ങി. അയ്യോ നോക്കിയേ കണ്ട കണ്ണിമാങ്ങ കൊഴിഞ്ഞു തുടങ്ങി. അത്യാവശ്യം വലിപ്പമുള്ള മാങ്ങ അതെടുത്ത് പിന്നെ ഈ വലിപ്പത്തിലേക്ക് വീണ് തുടങ്ങി. മാങ്ങ ഉണ്ടായി കൂടെ തുടങ്ങി പിന്നെ മാങ്ങയ്ക്ക് ക്ഷാമം ഉണ്ടാവില്ല നമുക്ക്. പിന്നെ ഇത് നമ്മുടെ കോവയ്ക്ക പന്തലായിട്ടാ. പിന്നെ കോവയ്ക്ക പന്തലിൻ്റെ അടിയിൽ താഴെ തന്നെയായിട്ടാണ് നമ്മളിതാ തക്കാളി ഇതാ നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാ കടയും ഇങ്ങനെ പരന്നോളാണ് തക്കാളി. നമ്മൾ ഈ തക്കാളിക്ക് വടിയൊന്നും കുത്തി കൊടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തക്കാളി താഴെ വീണിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണേ. അപ്പുറത്ത് ഞാൻ തക്കാളി കാട്ടിത്തരാം. അത് നമ്മൾ കയറൊക്കെ കെട്ടി നിർത്തിയിട്ടുള്ളത്. കൺമുണിയോട്ട് ഒരു തക്കാളി പൊട്ടിച്ചേറ്റും. ഇതാ ഭയങ്കര ടേസ്റ്റാണ് പോലും. പൊട്ടിച്ചേരും നമ്മൾ പൊട്ടിച്ചു വരണം. പൊട്ടിച്ചോ, ഒന്ന് വെറുതെ കൈ കൊണ്ട് തുടച്ചാൽ മതി. കുഞ്ഞി തക്കാളി നല്ല രസമായിട്ട് പൊന്നോ. ഞാൻ കുഞ്ഞി തക്കാളി ബഹറിന്ന് കഴിക്കാറുണ്ട്. ഇഷ്ടം ബഹറിന്ന് കുഞ്ഞി തക്കാളി വാങ്ങിച്ചത്. കുഞ്ഞി തക്കാളി അല്ലേ? കഴിഞ്ഞ ദിവസം വിദ്യയാണ് തക്കാളി പൊട്ടിച്ച് തന്നെ. ഇനി വേട്ടെ കാഴ്മണി കുട്ടി തന്നെ കാട്ടി കൊടുത്തേ. കടിക്കാൻ പറ്റില്ലയോ? രസമുണ്ട് നല്ല ടേസ്റ്റാട്ടാ. എന്താ പറയാ, കുഞ്ഞ് തക്കാളിയുടെ കടയിൽ വെച്ചാൽ വിട്ടണ്ടേ ഇതിലെ കട. ഞാൻ പറഞ്ഞില്ലേ തന്നെ മുളയ്ക്കുന്ന ചീര എന്ന്. അതെ കണ്ട ഈ ചീര കട നോക്കിയേ, ഹൈറ്റ് നോക്കിയേ കണ്ടോ. ഇതേപോലെയാണ് നമ്മളവിടെ ചീര തന്നെ മുളയ്ക്കുന്ന ചീര നമ്മൾ അരിയാണ്ട് നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് വലുതായിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ മുളകുണ്ടായി ഞാനിന്നിപ്പോൾ നമ്മുടെ അവിടെ മുളക് പൊട്ടിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുളകുകൾ കണ്ടതല്ലേ. അപ്പോൾ അതായത് അവിടെ മുളക് ഉണ്ടാകുമ്പോൾ ഇവിടെ മുളക് തൈകൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിപ്പോൾ മുളക് ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ അവിടുത്തെ മുളക് ഉണ്ടായി കഴിയും. അപ്പോഴേക്കും നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് നടും. അപ്പോൾ അവിടെ ഉള്ളത് ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ ഉള്ളത് അവിടെ ഉണ്ടാവില്ല. എന്നാൽ ചില സംഭവങ്ങൾ അവിടെ ഇവിടെ ഉണ്ടാവും. ആ രീതിയിലൊക്കെ ആയിട്ട് നമ്മുടെ നട്ടു കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 200 മുളക് തൈയുടെ ഇടയ്ക്ക് ഇപ്പോൾ നടൽ കഴിഞ്ഞു. എന്താ പറയുക, നമ്മുടെ നിത്യവൈദ്യുതി ഇങ്ങനെയാട്ടോ ഇങ്ങനെ പന്തൽ ഇട്ടിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ഒരു ചെറിയ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ സ്ഥലം വേസ്റ്റ് ആക്കണില്ല, അങ്ങനെ നട്ടു കൊടുക്കണം നമ്മൾ. നമുക്കത് ഉപകാരപ്പെടണുണ്ട്. വണ്ട് നമ്മളിങ്ങനെ കൈ കൊട്ടി കഴിഞ്ഞാൽ വണ്ട് താഴെ വീഴുന്നെങ്കിൽ ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൽ വലിയ സത്യാവസ്ഥ ഉണ്ടോയെന്നും ഇതൊക്കെ അറിയില്ല, കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വണ്ടി കിടന്ന് പറക്കാലപ്പോൾ. പിന്നെ നമ്മളെ കുക്കമ്പർ ഞാൻ അവിടെ കാട്ടി തന്നല്ലോ ചെറുതായിട്ട് നെറ്റിട്ട് കൊടുക്കണമെന്ന്. ഇതാ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ നെറ്റിട്ട് കാട്ടിയില്ലേ, നമ്മുടെ നോക്കിയേ കുക്കമ്പർ പിടിച്ച് കയറണേ വേഗം കയറി പോക്കോളും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചപ്പോൾ നമ്മുടെ കുക്കമ്പർ കുഞ്ഞിതായിട്ടല്ലേ കാണിച്ചത്. നോക്കിയാൽ അപ്പളേക്ക് നോക്കിയേ
വലുതായി തുടങ്ങി കണ്ടോ. വൈറ്റ് സ്നോ കുക്കമ്പറാണ് കേട്ടോ അത്. പിന്നെ ഇത് നമ്മുടെ ചുവന്ന വെണ്ട. ഇതൊക്കെ കണ്ടോ ചുവന്ന വെണ്ട. 2 തരം വെണ്ട നമ്മളിവിടെ നട്ടു കൊടുത്തിട്ടുണ്ട്. ചുവന്ന വെണ്ട നട്ടു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചുവന്ന വെണ്ടയുടെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മളിതാ പച്ച വെണ്ട. അത്യാവശ്യം നീളമുള്ള കായ്കളാട്ടാ 2 വരി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ നിൽക്കുന്നത് ചീരത്തൈയാണ്. പിന്നെ ഉള്ളത് നോക്കിയാൽ കൊത്തമ്പര. നോക്കി കൊത്തമ്പര നിൽക്കണേ കണ്ടോ. കൊത്തമ്പര ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് നമ്മുടെ കിളിഞ്ഞാവലിട്ടാ കണ്ടോ. കിളിഞ്ഞാവൽ ഇന്നാള് നിറച്ചുണ്ടായി തുടങ്ങിയത്. അപ്പോഴേക്ക് ആ സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് വീണ്ടും ഉണ്ടായി തുടങ്ങി. കിളിഞ്ഞാവൽ എപ്പോഴും ഉണ്ടാവുന്നുണ്ടല്ലോ. നല്ലതാണ് കിളിഞ്ഞാവലിട്ടാ. ഷുഗറുകാർക്ക് ഏറ്റവും നല്ലതാണ് ഇത്ര കിളിഞ്ഞാവല്. പിന്നെ കിളിഞ്ഞാവലിൻ്റെ കായ കണ്ടോ കുഞ്ഞിതല്ലേ. അതേപോലെ തന്നെയാട്ടാ നമ്മുടെ മണിത്തക്കാളിയുടെയും. അത് ഞാൻ കാട്ടിത്തരാം. മണിത്തക്കാളി നമ്മുടെ മണിത്തക്കാളി നിൽക്കുന്നത് എവിടെയാണെന്നറിയും? നമ്മുടെ കൊണ്ടാട്ടമുളകാണിത്. കൊണ്ടാട്ടമുളക്. കൊണ്ടാട്ടമുളകിൻ്റെ ഇടയിലാണ് അതേ മണിത്തക്കാളി. അതോ ഒരു കടയാണ്. പക്ഷെ നോക്കിയേ എന്ത് മധുരം എന്നറിയോ. ഇതേ കണ്ട പഴുത്ത് കഴിഞ്ഞ് ഇതേപോലെ ഇരിക്കും. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് മണിത്തക്കാളി ഇത് ഇഷ്ടം പോലെ ഉണ്ടാവുക. ഒരു കട ഉണ്ടായാൽ മതി. ഇത് ഈ കാണുന്നത് ഫുള്ളൊരു കടയാണ്. കടയുമ്പോൾ ഇത്ര അധികം ഉണ്ടായി നോക്കണേ കണ്ടോ. ഒറ്റ കടയുള്ളോട്ടത്. പൊന്നോ തിന്ന് നോക്കിയല്ലേ പൊന്നോ. കൈ തന്നെ പൊന്നുണ്ടേ കാണിച്ചേ. തിന്ന് കാട്ടി കൊടുത്തേ. മൊത്തം കഴിക്കട്ടെ. മൊത്തം കഴിച്ചോ. മൊത്തം കഴിച്ചാൽ വലുതുണ്ടോന്ന് തോന്നല്ലോ. ഒരു സംഭവം മണിത്തക്കാളി അല്ലേ. പുളിയില്ല പുളിയില്ല മധുരമില്ല. മണിത്തക്കാളി നല്ലതാണ് കഴിച്ചാൽ അത്രേ ഉള്ളൂ. പക്ഷെ നമുക്കതൊരു മോശം ടേസ്റ്റ് അങ്ങനെ ഒന്നല്ല. നല്ല രസമാണ് കഴിക്കാൻ അത്രേ. അപ്പൊ കിളിഞ്ഞാവലും മണിത്തക്കാളിയും ഏതാണ്ട് ഒരേപോലെ തോന്നുന്നു കുഞ്ഞിതയായിരുന്നേ. പിന്നെ ഉള്ളത് ചേമ്പൊക്കെയാണ്. ചേമ്പൊക്കെ നമ്മൾ ഇന്നാളെ പറിക്കുന്ന കാട്ടില്ലേ. 2, 3, 4, 5 തരം ചേമ്പുകളുണ്ട് കേട്ടോ നമുക്ക്. ഇഞ്ചി അതേപോലെ മഞ്ഞൾ അങ്ങനെയുള്ള എന്താ പറയുക മണ്ണിൻ്റെ അടിയിലുള്ള ചേന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ഓരോ വീഡിയോയിൽ പറിക്കുന്ന കാട്ടിയിട്ട്. പിന്നെ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞളൊക്കെ ഇങ്ങനെ എന്താ പറയുക ഉണങ്ങി നിൽക്കുന്ന സമയം പറിക്കേണ്ട ടൈമായിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ നമ്മൾ അവിടെ കോളിഫ്ലവർ ക്യാബേജൊക്കെ കാണിച്ചു. വീട്ടിലത്താണെങ്കിൽ ക്യാബേജൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണിച്ചു. ഇതിപ്പോൾ നോക്കിയാൽ ഇതൊക്കെ കഴിയുമ്പോഴേക്കും അടുത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇത് കോളിഫ്ലവർ, ഇത് ബ്രൊക്കോളി, ഇത് ക്യാബേജ്, പിന്നെ ചീരകൾ അതിങ്ങനെ തന്നെ മുളയ്ക്കുന്നത്. പിന്നെ ഇതൊക്കെ തക്കാളി. ഈ തക്കാളിക്ക് നമ്മൾ കയറ് കെട്ടി കൊടുക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. നന്നായിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ തക്കാളി. എല്ലാ കടയും ഇതായിട്ടുണ്ട്. ഇത് കയറ് കെട്ടുമ്പോഴേ മുന്നും ഇതൊക്കെ കാട്ടിയാണ് തക്കാളി കണ്ടോ നിലത്ത് മണ്ണിലല്ലേ വീണ് കിടന്നിരുന്നത്. ഇതിപ്പോൾ മണ്ണിൽ തൊടാണ്ട് ഈ കയറുമ തൂങ്ങി കിടക്കും. അങ്ങനെ ഇതാണ് സുന്ദരിച്ചീര നട്ടു കൊടുത്തിട്ടുണ്ട്. സുന്ദരിച്ചീരയുടെ ഇടയിൽ കാണുന്ന കുഞ്ഞ് കുഞ്ഞ് ഈ തൈതരിയായിട്ട് കാണുന്നത് മുഴുവൻ ചീര തൈകളാട്ടാ വെച്ച് കൊടുത്തത്. അത് പച്ചച്ചീര തൈകളാണ് ഫുള്ള് മുളച്ച് നിൽക്കുന്നത്. പിന്നെ ഇത് മധുരക്കിഴങ്ങ് കേട്ടാ. ഈ ഒരു തടം അങ്ങനെ അറ്റം വരെ മധുരക്കിഴങ്ങ്. എൻ്റെ മോൾ ഇവിടെ നിൽക്കട്ടാ. ഇതേ മത്തങ്ങ പൊട്ടിക്കട്ടെ. മത്തങ്ങ പുല്ലിൻ്റെ ഉള്ളിലാണ് നിൽക്കണത്. ഇവിടെ ഓരോ വട്ടം നമ്മൾ വൃത്തിയാക്കും. വീണ്ടും മത്ത ഇങ്ങനെ നിൽക്കണ കാരണം ഇങ്ങനെ എന്താ പറയുക കാട് പിടിച്ചോളം കിടക്കും ഈ ഭാഗം. കാരണം വിചാരിച്ച പോലെ നമുക്കിത് കത്തി എടുത്തിട്ടില്ലേ ഞാനേ കത്തിക്കന്നെ എടുത്ത് നോക്കണേ. വിചാരിച്ച പോലെ അത് കാരണം ഇവിടെ ചെത്തി വൃത്തിയാക്കാൻ പറ്റണില്ലേ. എന്തായാലും ആ പുല്ലിൻ്റെ കടി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവർ വേഗം വളരെ നനയ്ക്കുകയും ചെയ്യണ്ടല്ലോ നമ്മൾ. അത് 1 മതി. പിന്നെ അതിൻ്റെ ഉള്ളിലുണ്ട് പൊന്നോ. അതിൻ്റെ ഉള്ളിലേ ഇന്ന് നമുക്ക് ഈ 1 മതി. ആ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇനി പടവലങ്ങ പൊട്ടിക്കാം. നോക്കി തന്നോട്ടെ പൊന്നോ. പെട്ടെന്ന് പടവലം നോക്കിയേ. പടവലത്തിൻ്റെ തൈ കാണുമ്പോൾ തോന്നുന്നുണ്ട് വലുതുണ്ടാവുന്ന. അതായത് മാസങ്ങളോളായിട്ടുണ്ട് ഈ പടവലം. പക്ഷെ ഇപ്പോഴും നമുക്ക് ഓരോന്നുണ്ടായി കിട്ടുന്നുണ്ട്. അത് കാരണം ഇത് കളയാണ് തോന്നാണ്ട് വലിയ ശല്യമൊന്നുമില്ലല്ലോ. അരുവത്തല്ല ആൾ നിൽക്കണേ.
എന്താ ഷോട്ടിലിട്ടുണ്ട് വലിയ പടവല നമുക്ക് അങ്ങനത്തെ നീളമുള്ള പടവെള്ളത്തിന്റെ തയ്യും വിത്തൊന്നും കിട്ടാനില്ല. തയ്യാണ് നമ്മൾ നടാറ് കേട്ടാ, വിത്ത് പിന്നെയും കാണുന്നുണ്ട്, പക്ഷെ തൈ കിട്ടാനില്ല. അത് കാരണ കെട്ടുപിടിക്കുമ്പോ മുകളിൽ കയറുന്ന പോലെ ചുമ്മാ. ഇനിയിപ്പോ എന്താ പറയാ കൺമണിക്കുട്ടിയെ, നമുക്ക് നിത്യവഴുതിനെങ്കിൽ പൊട്ടിക്കാനുണ്ട്, അത് പൊട്ടിക്കാം. പൊന്നു നോക്കി നടന്നോളട്ടെ, താഴേക്ക് നോക്കി നടന്നോളട്ടെ കൺമണിക്കുട്ടി എപ്പോഴും. ഇത് ഞാൻ കാട്ടി തന്നില്ലല്ലോ, ഇത് നമ്മുടെ ചതുരപ്പയറായിട്ടാ. ചതുരപ്പയർ ഈ പ്രാവശ്യം നമ്മൾ പൊട്ടിച്ചിരുന്നു. പിന്നെ എന്തോ പെട്ടെന്ന് ചതുരപ്പയറിന് ഒരു കേട് വന്നിട്ട് അത് അങ്ങനെ തന്നെ ചെടി നശിച്ചു പോയി. എന്നിട്ട് അപ്പം നമ്മളതിങ്ങനെ കട്ട് ചെയ്ത് ഇപ്പം അതിലൊക്കെ ആകെ വൃത്തിയാക്കി. അപ്പം അതിൻ്റെ കടയമെന്ന് ഇതാ രണ്ടാമത് പൊടിച്ച് വരുന്നതാണ് ചതുരപ്പയർ. പിന്നെ ഇതാ കുറച്ച് വിത്ത് നട്ട് കൊടുത്തിട്ട് ആ തൈകളും ഇട്ടാ. അപ്പോൾ ഇതാ ഈ ചതുരപ്പയർ മുതൽ പൂവായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നെറ്റി വരുന്ന പൊട്ടിക്കട്ടെ പൊന്നോ. എൻ്റെ മോൾക്ക് പൊട്ടിക്കണ അത് പശ പൊന്നോ, അത് പശ. ഇതിനൊരു പശയുണ്ട്. എൻ്റെ മോളെ ഇതേ താഴത്ത് നിൽക്കുന്നുണ്ട് പൊന്നോ, താഴത്തുള്ളത്. ഞാനേ നമ്മുടെ കൺമണിക്കുട്ടീനെ കുറിച്ചിട്ടൊരു കാര്യം പറയാട്ടാ. കൺമണിക്കുട്ടി ആരാന്ന് അറിയാത്തവർ ചിലപ്പോൾ കുറേ പേരുണ്ടാവും. കൺമണിക്കുട്ടി ഇവിടെ ഷായേട്ടൻ്റെ ചേട്ടൻ്റെ മോൻ്റെ കുട്ടി, അതേപോലെ പെങ്ങളുടെ മോളുടെ കുട്ടി, അതായത് ആങ്ങളും പെങ്ങളും മക്കൾ തമ്മിൽ ആണ് വിവാഹം കഴിച്ചു നോക്കണേ. അപ്പോൾ അങ്ങനെ രണ്ട് ബന്ധമാണ് നമുക്ക് കൺമണിക്കുട്ടിക്ക് ഉള്ളത്. പിന്നെ കൺമണിക്കുട്ടി അറിയാം, പണ്ട് ഞാൻ വീഡിയോ തുടങ്ങുന്ന സമയം തൊട്ടായിട്ട് ഫസ്റ്റ് വീഡിയോ തൊട്ട് കൺമണിക്കുട്ടി എൻ്റെ കൂടെ ഉണ്ട്. അന്ന് കൺമണിക്കുട്ടിക്ക് ചെറുതാണ്. അപ്പോൾ കൺമണിക്കുട്ടി എൻ്റെ കൂടെ ഇതേപോലെ, ഇപ്പോൾ കണ്ട കൺമണിക്കുട്ടി എന്തെങ്കിലും കാണുമ്പോൾ പൊട്ടിക്കാന്നൊക്കെ പറയണേ, ഇതേപോലെയായിരുന്നു അന്നും കൺമണിക്കുട്ടി എൻ്റെ കൂടെ. ഞാനൊരു ചെടി നടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കൺമണിക്കുട്ടിക്ക് ആ ചെടി നടണം, എൻ്റെ കൂടെ ഒപ്പം ചെടി നടുക. അതേപോലെ തന്നെ ഞാൻ ചെടികൾക്ക് ചാണൊക്കെ വെക്കില്ലേ, ഒപ്പം കൺമണിക്കുട്ടി ചാണം കൈകൊണ്ടെടുത്തിട്ടൊക്കെ ഇങ്ങനെ വെച്ചിരുന്നു കൺമണിക്കുട്ടി. ഇവിടെ പോയി തുടങ്ങിയപ്പോൾ കൺമണിക്കുട്ടി എൻ്റെ വീഡിയോയിൽ വരവ് കുറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് വരുമ്പോൾ അന്ന് കണ്ടിട്ടുള്ളവർക്കും എല്ലാവർക്കും കൺമണിക്കുട്ടീനെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. കൺമണിക്കുട്ടി ഇപ്പോൾ ഒത്തിരി വലുതായി. കുഞ്ഞിതായിരിക്കുമ്പോൾ പോലെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര തോന്നാറുണ്ട്. കാരണം ചാണൊന്നും കൈകൊണ്ട് തൊടാത്ത കുട്ടികളാണ്. പക്ഷേ കൺമണിക്കുട്ടി അതൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ എന്തിന് ചെളിയും ഒന്നും അവൾക്കൊരു വിഷയമല്ലായിരുന്നു. പൊട്ടി അത് സാരില്ല. പിന്നെ എൻ്റെ മോളുടെ അപ്പം നോക്കി നമ്മൾ ഇവിടുന്ന് എത്രയും നിത്യവൈദ്യ പൊട്ടിച്ചെടുത്തു കേട്ടാ. ഇതൊരു പുതിയ തയ്യായി കാരനായി. ഇനിയിപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറൂല്ലേ, പെട്ടെന്നായിരിക്കും നിത്യവൈദ്യനിങ്ങ. വാ എൻ്റെ മോള് പൊട്ടിച്ചോ, ഇത് എൻ്റെ മോള് പൊട്ടിച്ചോ. ഇത് എപ്പോഴും പൊട്ടിക്കുന്നതല്ലേ, എൻ്റെ മോൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അത്. വെച്ചോ. ആ കൺമണിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ പച്ചക്കറിയുടെ ഇടയിൽ കൂടെ നടക്കാനും വെക്കാനും ഒക്കെ. നല്ല തൊടുമ്പിക്കും പോയിട്ടുണ്ടല്ലേ, അത് അത്രയും പഴുത്തിട്ടുണ്ട് പൊന്നു, അത് കാരണമാണ് കേട്ടാ. കൈയും പൊട്ടിക്കാറായിട്ടുണ്ട്, അപ്പം അതും പൊട്ടിക്കട്ടെ. എൻ്റെ പൊന്നെ അരിക്കിട്ടട പൊന്നോ. റെഡും പൊട്ടിക്കോ? റെഡും പൊട്ടിക്കും പൊന്നെ. ഇപ്പൊ പൊട്ടിച്ചില്ലെങ്കിലേ ഇനി മൂക്കും, അപ്പൊ നമുക്ക് കറി വയ്ക്കാൻ ഒന്നും പറ്റില്ല. അപ്പൊ അത് ചെയ്യല്ലേ ചെയ്യ പൊന്നോ. മൂക്കാന്ന് പറയും, വായിലിടുമ്പോഴേ കടിച്ചാൽ മുറിയില്ലേ നമുക്ക്, സ്ട്രോങ് ആവും. നോക്കിയേ കണ്ടോ, മാവിൻ്റെ ഓരോ കൊള്ളികളേ നേരെ അടിയിൽ നിൽക്കണ പച്ചക്കറികളിലേക്ക് വിടണേ. പൊട്ടിക്കണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ കത്ര കയ്യിൽ കൊടുക്കണ്ടെന്ന് വെച്ചിട്ടേ നമ്മുടെ വെണ്ടക്കായ പൊട്ടിക്കലും കഴിഞ്ഞു. അബി എന്താണെന്ന് കൺമണിക്കുട്ടി കഴിച്ചിട്ടില്ല. കഴിഞ്ഞ വട്ടം കിട്ടിയപ്പോൾ കൺമണിക്കുട്ടി കൂടി ഉണ്ടായിരുന്നില്ല, പുത്തൂരായിരുന്നു. അപ്പോൾ ഈ വട്ടം അത് ഞങ്ങൾക്ക് കഴിച്ച് നോക്കണം എന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത് കൺമണിക്കുട്ടി. അതെ, 3 വഴുതിരിയും കിട്ടി നമുക്ക്. ഇന്നാളെ പൊട്ടിച്ചത് അത് വന്ന്, അതാണ് എണ്ണം കുറഞ്ഞ്. ഇനി നമുക്ക് കിട്ടിയോ പോട്ടെ പൊന്നോ. വെയിറ്റ് ഉണ്ട്, മത്തങ്ങയുള്ള കാരണം വെയിറ്റ് ഉണ്ട് പൊന്നു, അല്ലെങ്കിൽ കുഴപ്പമില്ല. അല്ലുമണിയേ ചുക്കുടുമണി കാണാണ്ടായപ്പോ അന്വേഷിച്ചിരിക്കണോ?
പാലൊക്കെ എടുക്കാട്ടോ, നമുക്കൊന്നും കൂടി കുടിക്കാം. അപ്പം ഞങ്ങൾ നോക്കിയേ, ഇത്രയും പച്ചക്കറികളാട്ടോ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ എനിക്കാണെങ്കിൽ ഇരട്ടി സന്തോഷമുണ്ട്, നമ്മുടെ കൺമണിക്കുട്ടിയിലും കൂടി അടുത്ത് കിട്ടിയപ്പോഴേ പച്ചക്കറിക്ക് പൊട്ടിക്കാൻ നടക്കുമ്പോൾ എന്ത് രസമായിരുന്നു. എന്തോരം നേരം ഞങ്ങൾ വർത്തമാനം പറഞ്ഞത്, ഫുൾ ഡേ എൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ ഉച്ച തൊട്ട്. അപ്പോൾ ഇത്രയും പച്ചക്കറികൾ ഇപ്പോൾ എനിക്ക് എന്താ പറയുക നമുക്ക് പൊട്ടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മാത്രം അധ്വാനം കൊണ്ടല്ലാന്ന് അറിയാലോ, ഷായേട്ടനും കൂടി ഉള്ള കാരണമാണ് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ നട്ടുണ്ടാക്കാനൊക്കെ പറ്റണേ. അപ്പോൾ ഷായേട്ടൻ ഇപ്പോൾ വരും, ഷായേട്ടൻ പണി സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്, ഇപ്പോൾ വരാമെന്ന് വേണ്ടിട്ടാ അല്ലേ കൺമണിക്കുട്ടിയെ. പിന്നെ അബിയു കഴിക്കണം, അച്ചാച്ചൻ വന്നു കഴിഞ്ഞാൽ ഇല്ലേ. ഇത് നല്ല രസം കൺമണിക്കുട്ടി കഴിക്കാനായിട്ട്, സത്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിച്ചു. ഷായേട്ടനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കണേ നിങ്ങള്. ഷായേട്ടില്ല എൻ്റെ സുഖമില്ല. പിന്നെ അത് മാത്രല്ല അബിയു ചത്ത എനിക്ക് അറിയൂലേ, ഞാൻ കത്തിയോടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാനും അന്ന് ആദ്യമായിട്ട് ചെയ്തത്. ആകെ 2 എണ്ണമാണ് നമ്മുടെ വീട്ടിലുണ്ടായത്. അന്ന് ഷായേട്ടൻ തന്നെയാണ് അബിയു കട്ട് ചെയ്തതേ. അപ്പൊ ഷായേട്ടൻ തന്നെ പറ്റിയെന്ന് വെച്ച് ഞാൻ കൺമണി ഇത് നോക്കിയിരിക്കായിരുന്നോ? പാവം കൺമണിക്ക് ഇതിന്റെ ടേസ്റ്റ് അറിയാണ്ട് പച്ചാച്ച വന്നിട്ടാവാന്നുള്ളതില്ലേ. ഇതിനുള്ളിലൊരു കുരുണ്ട് കൺമണിയാ. ഇതില് 2 കുരുണ്ട്. പക്ഷെ നമുക്ക് കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നല്ലോ കൺമണി കുട്ടി. പിന്നെ ഇതുണ്ടല്ലോ ടീസ്പൂണും കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ. കഴിച്ചു ഇത് കഴിക്കണ്ട, ഇഷ്ടവും കൺമണി കുട്ടിയെ. അച്ചാച്ചാതി കഴിച്ചാ ആശാസം കഴിച്ചു കണ്ടാ. എനിക്കിഷ്ടാ. ഇനി എന്റെ മോള് കഴിച്ചു നോക്കിയേ, നമ്മുടെ കരിക്ക് തിന്നണ പോലെയാ. കരിക്ക് കൺമണിക്കുട്ടി വലിയ പിടുത്തായിട്ടില്ല. അത് ഇതെന്താ കൺമണിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് 2-3 പ്രാവശ്യം താഴെ വീണില്ലേ. അപ്പൊ ഇത് പറഞ്ഞില്ലേ ഇതിന്റെ ഉള്ളിൽ പ്ലിങ്കി ഉണ്ടാവുന്ന്, അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പോലെ തോന്നാറുണ്ട്. അതായിട്ട് മുന്നോ ഉണ്ണിക്കുട്ടൻ ആര്യമോനും. ശരിക്കും പണം തന്നെ ഇത്രയും ടേസ്റ്റ് ഉണ്ട്. കുരൻ എന്ത് വലിപ്പല്ലേ. കഴിഞ്ഞ വട്ടം ഒരു കുര ഉണ്ടായിരുന്നുള്ളോ, അതെന്താണാവോ ഇവിടെ 2 കുരു. അങ്ങനെ ഉണ്ടാവാൻ അറിയില്ല. പുരം 2 കുരു ഉണ്ടായില്ലേ. അപ്പൊ കൺമണിക്കുട്ടിക്ക് ഇത് ഇഷ്ടായില്ല, ടേസ്റ്റിന്റെ ഇഷ്ടായിട്ടോ കുട്ടിക്ക് ഇഷ്ടമായില്ല. കൊടുത്തേ കുട്ടിക്ക് ഇഷ്ടമായിട്ട് നല്ല രസത്തിന്റെ പലൊന്നും കഴിക്കുന്ന പോലെയാണ് കുട്ടിക്ക് ഇഷ്ടായി പറഞ്ഞിട്ട് 2ാമത് കൊടുത്താൽ പറയും മതി. ഇനി പാറു ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനും അതേപോലെ വിഷ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാനൊരു കാര്യം കൂടിയും പറയാട്ടോ. എനിക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നത് വിനീതാണ്. അപ്പോൾ ഞാൻ വിനീതിനെ കുറിച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ കുറേ പേർക്ക് അറിയാം. ഇപ്പോൾ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഒരു ഷോർട്ട് ഫിലിം പിടിച്ചിട്ടുണ്ട്. മാടൻകോട്ട എന്നാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. അപ്പോൾ എന്താ പറയുക, ആ ഷോർട്ട് ഫിലിമിൻ്റെ ലിങ്ക് ഉണ്ടല്ലോ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയോളൂ. മൊബൈൽ ക്യാമറയിലാണ് അവൻ ആ ഷോർട്ട് ഫിലിം പിടിച്ചിട്ടുള്ളത്. നല്ല രസമായിട്ടുണ്ട്, നല്ലൊരു ഷോർട്ട് ഫിലിമാണ്, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ആർക്കെങ്കിലും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി തരണമെങ്കിലൊക്കെ അവൻ തുടങ്ങി തരും കേട്ടോ. സിനിമയിലേക്കും ഇതേപോലെ തന്നെ ക്യാമറമാനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യണതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയോളൂ കേട്ടോ. പിന്നെ വിനീതിൻ്റെ ചാനലിൻ്റെ പേര് VK Pedia എന്നാട്ടാ. ഇനി നമുക്കുണ്ടല്ലോ വെഡ്ഡിങ് ആനിവേഴ്സറി വിഷയമാട്ടാ. മോളി സണ്ണിയുടെ 39ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ജനുവരി 4-ന്. അപ്പോൾ ജനുവരി 4-ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച മോളി ചേച്ചിക്ക് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. ശ്രീലക്ഷ്മിയുടെ മകൻ ശബരീഷ്, അച്ഛന്ന് വിളിക്കുന്ന ശബരീഷിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജനുവരി 3-ാം തീയതി. അപ്പോൾ കുറച്ച് വൈകിട്ടാണെങ്കിലും ആൻറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ ശബരീഷ്. ലളിത ശശി, ഹായ് ലളിതേച്ചി. ബിന്ദു കെ, ഹായ് ബിന്ദുച്ചി. സൈറ, ഹായ് സൈറ. ജിജ ശിവദാസിൻ്റെ മകൻ ഋതിക് ശിവിക്ക്, ഹായ് ഋതിക്. അലിക്ക മലപ്പുറം, ഹായ് അലിക്ക. ഇനി നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാട്ടാ. അയ്യോട്ടാ ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കൺമണിക്കുട്ടി ഇതാ പരിപ്പും ചീരക്കും കൂട്ടി നല്ല മെഡിക്കും വളരെ ഭക്ഷണം കഴിക്കും. അവർക്ക് എന്തായാലും കുഴപ്പമില്ല. കൺമണിക്കുട്ടി പച്ചക്കറിക്കും കഴിക്കണ കൂട്ടത്തിലാട്ടാ.
അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് ബൈ